ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ അറ്റാച്ച്ഡ് റൂമിന് അറ്റാച്ച് ചെയ്ത് ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും, അതായത് നമുക്കതിൻ്റെ പൊസിഷൻ എല്ലാം ഒരേ ലെവലിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരു ബാത്റൂമിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ വാഷ് ബേസിൻ വരുന്നുണ്ട്, പിന്നെ സെൻട്രലായിട്ട് ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്, അങ്ങേറ്റത്തേക്ക് മാറിയിട്ടായിട്ട് കുളിക്കുന്ന ഏരിയ വരുന്നുണ്ട്, ഡൈവേർട്ടറിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് നന്നായിട്ട് സ്പേസ് ഫീൽ ചെയ്യും, നീറ്റായിട്ടിരിക്കും, ഒരു പ്രൊഫഷണൽ ടച്ച് എപ്പോഴും ഉണ്ടാവും. ഇത് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററാണ് ഭിത്തിയിൽ നിന്ന് അകലം കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത് 34 ഇഞ്ചാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡിൽ വരുന്നത് ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, മിറർ ലാമ്പ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. പിന്നെ അതിന് ശേഷം 90 സെൻറ്റിമീറ്റർ, അതായത് വാഷ് ബേസിന് കഴിഞ്ഞതിന് ശേഷം 90 സെൻറ്റിമീറ്ററിന് വിട്ടതിന് ശേഷം 90 സെൻറ്റിമീറ്റർ സെൻറ്ററിലാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് വരാവുന്ന രീതിയിൽ നമ്മൾ 90 സെൻറ്റിമീറ്റർ സെൻറ്ററിലായിട്ട് നമ്മൾ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നു. പിന്നെ ഹെൽത്ത് ഹോസിറ്റ് കാര്യങ്ങൾ, പിന്നെ അതിലേക്ക് അതായത് ഫ്ലഷിലേക്ക് കയറാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ബാക്കി വരുന്ന ഏരിയ ഏകദേശം 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ഉണ്ടാവും. 100 സെൻറ്റിമീറ്റർ ഏരിയ ആണ് നമ്മൾ കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുളിക്കാനായിട്ടിരിക്കുന്ന ഏരിയ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും. ആദ്യമേ തന്നെ വാഷ് ബേസിൻ വന്നു, പിന്നെ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ വന്നു, പിന്നെ അങ്ങേ അറ്റത്തേക്ക് നീങ്ങിയിട്ടാണ് കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. 100 സെൻറ്റിമീറ്റർ താഴെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഈ കുളിക്കുന്ന ഏരിയ ഏകദേശം സാധാരണ ലെവലിൽ നിന്നും, അതായത് ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നിന്നും ഏകദേശം ഒരു ഇഞ്ച് താത്തിയിട്ടാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഷവറിൻ്റെ ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഹീറ്ററിൻ്റെ ഏരിയ ചെയ്തിട്ടുണ്ട്. ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ടാപ്പ് തന്നെ യൂസ് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ചൂടുവെള്ളം പച്ചവെള്ളം യൂസ് ചെയ്യാവുന്ന ഒറ്റ ലിവറിൽ തന്നെ താഴെ സ്പൗട്ട് യൂസ് ചെയ്യാം, മുകളിൽ ഷവർ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒറ്റ ലിവറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ജാഗോറിൻ്റെ ഡൈവേർട്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റെയിൻ ഷവർ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ലെവലുള്ള ഷവറും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുളിക്കുന്ന ഏരിയ കുറച്ച് 1 ഇഞ്ച് താത്തിയാണ് ഇട്ടിരിക്കുന്നത്. ആ ഏരിയയിലാണ് നമ്മൾ വേസ്റ്റ് പോകാനായിട്ട്, അതായത് ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് പോകാനുള്ള ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയ ഒരു സൈഡിലേക്ക് മാറി നിന്നാൽ, ഏറ്റവും അറ്റത്തേക്ക് മാറി നിന്നാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് വരുന്ന വെള്ളം ഒഴുകി നമ്മൾ ബാത്റൂമിൻ്റെ ഇപ്പുറത്തെ ഏരിയയിലേക്ക് വരാതിരിക്കാനുള്ള ഗുണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ പോകാതെ നമ്മൾ വാഷ് ബേസും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടി വരുന്ന സമയത്ത് വെള്ളത്തിൽ തെന്നി വീഴാതിരിക്കുന്നതിനുള്ള ഓപ്ഷനാണ്. അതായത് ബാത്റൂമിൽ തെന്നി വീഴാനുള്ള ഓപ്ഷൻസാണ് ഇന്നിപ്പോൾ അതായത് തെന്നി വീഴുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് മാക്സിമം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ കുളിക്കുന്ന ഏരിയ മാക്സിമം ഒരു സൈഡിലേക്ക് മാറ്റി ചെയ്യണം. കാരണം കുളിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എണ്ണ ഒഴുകി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാക്സിമം ഒഴിവാക്കിയാൽ നമുക്ക് അപകടം വരെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരേ ലെയറിൽ തന്നെ ഈ വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ കുളിക്കുന്ന ഏരിയ ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യുന്നത്. ബാത്റൂമിൽ ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു നല്ലൊരു സ്പേസ് തന്നെ ബാത്റൂമിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. നീറ്റായിട്ട് ഒരു പ്രൊഫഷണൽ ടച്ചും ഫീൽ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെന്നി വീഴാതിരിക്കുന്നതിന്, അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ലത് ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഇത് മാക്സിമം നമുക്ക് ഏകദേശം ഒരു 8 അടി വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ബാത്റൂമിൻ്റെ ഉൾവശം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.